നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡ ഇന്ന് സത്യത്തിനും അനുരഞ്ജനത്തിനുമുള്ള 4ാം വാർഷിക ദേശീയ ദിനം ആചരിക്കുന്നു. പള്ളിയും സർക്കാർ ഫണ്ടും നൽകുന്ന റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ചേരാൻ നിർബന്ധിതരായി മരിച്ച കുട്ടികളെയും അതിജീവിച്ച് വീട്ടിലേക്ക് എത്തിയവരെയും അതിന്റെ ഓർമ്മകളുടെ ആഘാതത്തിൽ ഇപ്പോഴും അനുഭവിക്കുന്ന കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഓർമ്മിക്കുന്ന ദിവസമാണ് ഇന്ന്. ഒട്ടാവയിലെ 90 മിനിറ്റ് ദൈർഘ്യമുള്ള ചടങ്ങിൽ റെസിഡൻഷ്യൽ സ്കൂൾ അതിജീവിച്ചവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കമ്മ്യൂണിറ്റികളെയും ആദരിക്കും. യുദ്ധത്തിൽ തകർന്ന ലെബനോനെ പുനരുദ്ധരിക്കുന്നതിനായി കാനഡ $10 മില്യൺ സഹായം അനുവദിച്ചു. അന്താരാഷ്ട്ര വികസന മന്ത്രി അഹമ്മദ് ഹുസൈൻ വാർത്താക്കുറിപ്പിലൂടെയാണ് സഹായ പ്രഖ്യാപനം നടത്തിയത്. ഭക്ഷണം, വെള്ളം, അടിയന്തര ആരോഗ്യ സംരക്ഷണം എന്നിവ നൽകാൻ ഉതകും വിധമാണ് സഹായം അനുവദിച്ചിരിക്കുന്നത്. മാനുഷിക മൂല്യങ്ങളിൽ ഊന്നി കാനഡ നൽകുന്ന ചേർത്തുനിർത്തലാണ് ഈ സഹായമെന്നും മന്ത്രി അഹമ്മദ് ഹുസൈൻ കുറിച്ചു. കൺസർവേറ്റീവുകൾ കൃത്യമായ ലീഡ് നിലനിർത്തി മുന്നേറുമെന്ന് ലൈഗ സർവേ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ പിയെ പൊലിയവും കൺസർവേറ്റീവുകളും 44% പോപ്പുലർ വോട്ടുകളും, ജസ്റ്റിൻ ട്രൂഡോയും ലിബറലുകളും 24%, ജഗ്മീത് സിംഗും NDPയും 17% വോട്ടുകൾ നേടുമെന്നും സർവേ വെളിപ്പെടുത്തുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ ട്രൂഡോയുടെ പ്രകടനത്തെ അംഗീകരിക്കുന്നില്ലെന്ന് 64% പേർ പറയുമ്പോൾ വെറും 28% പേർ മാത്രമാണ് സർവേയിൽ ട്രൂഡോയെ അംഗീകരിച്ചത്. അതേസമയം 33% ലിബറലുകൾ ഉൾപ്പെടെ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനവും ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും ഒഴിയണമെന്ന് രാജ്യത്തെ 62% വിശ്വസിക്കുന്നു. വെറും 23% കനേഡിയന്മാർ മാത്രമാണ് അദ്ദേഹം തുടരണമെന്ന് അഭിപ്രായപ്പെടുന്നത്. നിരോധിത ഇറാഖി വ്യോമാതിർത്തിയിൽ 2022-ലും 2023-ലും വിമാനങ്ങൾ സർവീസ് നടത്തിയതിന് എയർ കാനഡയ്ക്ക് $2,50,000 പിഴ ചുമത്തിയതായി US ഗതാഗത വകുപ്പ് അറിയിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ടൊറന്റോയ്ക്കുമിടയിലുള്ള നിരവധി ഫ്ലൈറ്റുകൾ നിരോധിത വ്യോമാതിർത്തിയിൽ കൂടി കടന്നുപോയെന്നും ഗുരുതരമല്ലാത്ത വ്യോമാതിർത്തി ലംഘനത്തിന്റെ പരിധിയിൽപ്പെടുത്തിയാണ് പിഴ ഈടാക്കുന്നതെന്നും US ഗതാഗത വകുപ്പ് അറിയിച്ചു. ഇറാഖി വ്യോമാതിർത്തിയിൽ ജെറ്റ് ബ്ലൂ എയർവൈസ് JBLU ഡോട്ടോ കോഡ് ഘടിപ്പിച്ച് വിമാനങ്ങൾ ഓടിച്ചതിന് എമിറേറ്റ്സിന് ഗതാഗത വകുപ്പ് ജൂണിൽ $1.5 മില്യൺ പിഴ ചുമത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം തുടർന്ന PV അൻവർ MLA. ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിനെതിരെയായിരുന്നു അൻവറിന്റെ വിമർശനം. മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചെന്നും ദേശീയ തലത്തിൽ മോശമാക്കിയെന്നും അൻവർ പറഞ്ഞു. ഒരു സമുദായത്തെ മാത്രം കുറ്റക്കാരാക്കുന്നുവെന്ന് PV അൻവർ പറഞ്ഞു. മാമി തിരോധാന കേസിൽ PV അൻവർ വിളിച്ചുവരുത്തിയ വിശദീകരണ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം. ബലാത്സംഗ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. സിദ്ദിഖിനായി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് ഹാജരായത്. കേസ് രജിസ്റ്റർ ചെയ്യാനെടുത്ത കാലതാമസവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കും. അതുവരെ സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.